إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. أما بعد، نعم. فأسأل الله الذي لا إله إلا هو أن يحيينا جميعا على التوحيد والسنة، وأن يميتنا على ذلك، وأن نلقى الله راضيا عنا وهو أرحم الراحمين. نعم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും തൗഹീദിലും സുന്നത്തിലുമായി ജീവിപ്പിക്കുകയും അതിലായി മരിപ്പിക്കുകയും അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന നിലയിൽ, അള്ളാഹു നമ്മെ തൃപ്തിപ്പെടുന്ന നിലയിൽ അവനെ കണ്ടുമുട്ടാൻ റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. إن أعظم نعمة بعد الإسلام أن يكون المسلم على المنهج الذي عليه نبينا محمد صلى الله عليه وسلم وصحابته الكرام. والله إنها نعمة لا تعدلها نعمة. نعم. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു മൻഹജിലായിരുന്നോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴി ഏതൊരു വഴിയായിരുന്നോ അതിലൊരാൾ ജീവിക്കുക എന്നതാണ്. അതിനോളം വലിയൊരു അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിഅമത്ത് വേറെയില്ല. ولا يمكن أن نعرف الذي يحبه الله من الذي لا يحبه، والحق من الباطل، والهدى من الضلالة إلا بالوحي. സത്യവും അസത്യവും വേർതിരിച്ചറിയാൻ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യം ഏത്, അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യം ഏത്, ശരിയായ വഴി ഏത്, തെറ്റായ വഴി ഏത് എന്ന് വേർതിരിച്ചറിയാൻ വഹിയല്ലാതെ നമുക്ക് വേറൊരു വഴി ഇല്ല. والوحي هو العلم. قال الله سبحانه: ولئن اتبعت أهواءهم من بعد ما جاءك من العلم إنك إذن لمن الظالمين. വഹി എന്നാൽ അത് ഇൽമാണ് വഹി. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു: ولئن اتبعت أهواءهم من بعد ما جاءك من العلم إنك إذن لمن الظالمين. ഇൽമു വന്നു കിട്ടിയതിന് ശേഷം, അറിവ് വന്നു കിട്ടിയതിന് ശേഷം അവരുടെ അഹ്വാഇനെ, അവരുടെ ദേഹേച്ഛകളെ നീ പിൻപറ്റിയാൽ നീ അക്രമികളുടെ കൂട്ടത്തിലായി പോകും. ഈ ആയത്തിൽ വഹി എന്ന് പറഞ്ഞാൽ അത് ഇൽമാണ് വഹി എന്നതിന് തെളിവുണ്ട്. കാരണം അള്ളാഹു ഇൽം എന്നാണ് മറ്റുള്ളവരുടെ ഹവയെ പിൻപറ്റുന്നതിന് വിപരീതമായി അള്ളാഹു പ്രയോഗിച്ചത് ഇൽം എന്നാണ്, അറിവ് എന്നാണ്. والوحي نور يكشف الطريق، وإذا كشف الطريق عرفت هل الطريق صواب أو خطأ. قال تعالى: ولكن جعلناه نورا نهدي به من نشاء من عبادنا. اللهم اهدنا يا رب العالمين. വഹി എന്നത് വെളിച്ചമാണ്. നമുക്ക് ശരിയായ വഴി, അള്ളാഹുലേക്കുള്ള വഴി മനസ്സിലാക്കാനുള്ള വെളിച്ചമാണ് വഹി. അള്ളാഹു അതുകൊണ്ടാണ് പറഞ്ഞത്: വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദി ബിഹി മൻ നശാഉ മിൻ ഇബാദിന. നാം ഇതിനെ ഒരു നൂറാക്കിയിരിക്കുന്നു, വെളിച്ചമാക്കിയിരിക്കുന്നു. ആ വെളിച്ചം മുഖേന നമ്മുടെ അടിമകളെ, നാം ഉദ്ദേശിക്കുന്ന നമ്മുടെ അടിമകളെ നേരായ പാതയിലേക്ക് നാം നയിക്കുന്നു. إذا علمت هذه المقدمة علم أهمية العلم. ഈ ആമുഖം, ഈ മുഖവുര മനസ്സിലായാൽ നമുക്ക് അറിവിന്റെ പ്രാധാന്യം എന്താണെന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. لذا تكاثرت الأدلة في بيان فضل العلم. ഇതുകൊണ്ടാണ് അറിവിന്റെ, ഇൽമിന്റെ ശ്രേഷ്ഠതകൾ പറയുന്ന ഒരുപാട് തെളിവുകൾ ഇതുകൊണ്ടാണ് വന്നിട്ടുള്ളത്. قال تعالى: يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات. إذا دخل أهل الجنة رفعوا أبصارهم في السماء، فإذا أقوام كالنجوم في المراتب العالية والمقامات الرفيعة، يا لله من هؤلاء
إنهم أهل العلم اللهم اجعلنا منهم يا رب العالمين. അള്ളാഹു പറഞ്ഞു യർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അള്ളാഹു നിങ്ങളിൽ നിന്ന് ഈമാൻ നൽകപ്പെട്ടവരെയും വിശ്വാസമുള്ളവരെയും അറിവ് നൽകപ്പെട്ടവരെയും പല പദവികൾ ഉയർത്തുന്നതാണ്. സ്വർഗവാസികൾ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ വളരെ വളരെ മുകളിൽ നക്ഷത്രങ്ങളെ പോലെ സ്വർഗത്തിൽ പദവികൾ ലഭിച്ച ചില ആളുകളെ അവർ കാണും. ആരാണവർ? അവർ ഇൽമിന്റെ അറിവിന്റെ ആളുകളാണ്, പണ്ഡിതന്മാരാണ്. അള്ളാഹു നമ്മെ കൂട്ടരിൽ ഇൽമുള്ള ആളുകളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. وقال تعالى قل لا يستوي الذين يعلمون والذين لا يعلمون. قال ابن رجب غاير بين الذين يعلمون والذين لا يعلمون كما غاير بين أصحاب النار وأصحاب الجنة. قال سبحانه لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون اللهم اجعلنا منهم. الله പറഞ്ഞു قل لا يستوي الذين قل هل يستوي الذين يعلمون والذين لا يعلمون. പറയൂ, അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാകുന്നു. അള്ളാഹു പറഞ്ഞതാണ്. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അള്ളാഹു സ്വർഗക്കാരെയും നരകക്കാരെയും അവരൊരുപോലെയല്ല എന്ന് പറഞ്ഞതുപോലെ അറിവുള്ളവരെയും അറിവില്ലാത്തവരെയും അവരൊരുപോലെയല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. കാരണം ഖുർആനിൽ അള്ളാഹു പറഞ്ഞു ലാ യസ്തവി അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്ന അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ. സ്വർഗക്കാരും നരകക്കാരും ഒരുപോലെ ആവുകയില്ല. അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ, സ്വർഗക്കാരാണ് വിജയികൾ. ഈ ആയത്തിൽ പറഞ്ഞതുപോലെ സ്വർഗക്കാരെയും നരകക്കാരെയും അള്ളാഹു അവർ രണ്ടു കൂട്ടർ ഒരുപോലെയല്ല എന്ന് പറഞ്ഞതുപോലെയാണ് അള്ളാഹു അറിവുള്ളവരെയും അറിവില്ലാത്തവരെയും അവർ രണ്ടു കൂട്ടർ ഒരുപോലെയല്ല എന്ന് പറഞ്ഞത്. അള്ളാഹു സ്വർഗക്കാരിൽ അറിവുള്ളവരെ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ثبت في البخاري ومسلم عن معاوية بن أبي سفيان أن النبي صلى الله عليه وسلم قال من يرد الله به خيرا يفقهه في الدين. قال ابن تيمية وابن حجر مفهوم المخالفة من لم يفقه الله في الدين فلم يرد به خيرا. نسأل الله الكريم فضل يا رب يا رب. ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ മുആവിയ ഇബ്നു അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മയുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ആർക്കെങ്കിലും അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചാൽ, നന്മ ഉദ്ദേശിച്ചാൽ അള്ളാഹു അവന് ദീനിൽ ഫിഖ് നൽകും, ദീനിൽ വിജ്ഞാനം നൽകും. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയും അതുപോലെ ഇബ്നു ഹജർ അസ്ഖലാനിയും റഹിമഹുമുല്ലാഹ് അവർ പറഞ്ഞു ഈ ഹദീസിൽ മനസ്സിലാക്കാവുന്ന അതിന്റെ മറുവശമാണെന്ത്? ഒരാൾക്ക് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹു അയാൾക്ക് ഇൽമ് അറിവ് നൽകുകയില്ല എന്ന്. അള്ളാഹു അവന്റെ ഫضل നിന്ന് നമുക്ക് നൽകുമാറാകട്ടെ. وثبت في صحيح مسلم عن أبي هريرة رضي الله عنه أن النبي صلى الله عليه وسلم قال من سلك طريقا يلتمس فيه علما سهل الله له به طريقا إلى الجنة. نسأل الله الجنة. മുസ്ലിമിന്റെ സഹീഹിൽ വന്നിട്ടുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹല അല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും അറിവന്വേഷിച്ചുകൊണ്ട് മതവിജ്ഞാനത്തിന്റെ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ അള്ളാഹു അത് മുഖേന അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി നൽകുന്നതാണ്. അള്ളാഹു അവന്റെ ഫضل നമുക്ക് നൽകുമാറാകട്ടെ. وهذا الفضل للعلم في كل زمان ومكان، حتى من طلب العلم في وقت السلف مع ظهور العلم، فكيف في أزمان الغربة كهذه الأزمان مع كثرة الجهل من الشرك والبدع وكثرة علماء الضلالة وكثرة الشبهات والتباس الأمور الأجر أعظم وأعظم. ഈ അറിവിന്റെ ശ്രേഷ്ഠത, അതിന്റെ പ്രതിഫലം അത് ഏത് കാലത്തും ഉള്ളതാണ്. സലഫുകളുടെ, നമ്മുടെ നല്ലവരായ മുൻഗാമികളുടെ കാലത്ത്, ആ കാലത്തിന്റെ പ്രത്യേകത അത് അറിവ് നിറഞ്ഞു നിന്ന കാലമാണ്. അന്ന് ഇൽമ് ധാരാളമായ ആളുകൾക്കിടയിലുണ്ട്. അന്ന് ആ ശ്രേഷ്ഠതകൾ അതിനുണ്ട്. അപ്പൊ ഈ കാലത്ത് അത് എത്രമാത്രം വലുതായിരിക്കും, എത്രമാത്രം അജ്ഞത വർദ്ധിച്ച, അതുപോലെ ശുബഹത്തുകൾ, ദീനിലുള്ള ആശയക്കുഴപ്പങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിക്കലർന്നിട്ടുള്ള ശിർക്കും അതുപോലുള്ള കാര്യങ്ങളും പ്രചരിച്ചിട്ടുള്ള ഈ കാലത്ത് സത്യം അത് അപരിചിതമായി തീർന്നിട്ടുള്ള ഗുർബത്തിന്റെ ഈ കാലത്ത് അതിനുള്ള പ്രതിഫലം എത്ര വലുതായിരിക്കും, അതിന്റെ ശ്രേഷ്ഠത എത്ര വലുതായിരിക്കും.
وثبت عند الدارمي عن عبد الله بن عباس رضي الله عنهما أنه قال: معلم الناس الخير يستغفر له كل شيء حتى الحيتان في البحر. الله أكبر، يا لله، كم من سمكة في الماء تستغفر لمعلم الناس الخير، كم من طير في السماء يستغفر لمعلم الناس الخير، كم من حي على وجه الأرض يستغفر لمعلم الناس الخير، فهو أجر عظيم لمن تدبره. نسأل الله الكريم من فضله. നാം ദാരിമി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു അസറിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജനങ്ങൾക്ക് ഖൈർ പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്ക് വേണ്ടി കടലിനടിയിലെ മത്സ്യങ്ങൾ വരെ ഇസ്തിഗ്ഫാർ നടത്തും, പാപമോചനത്തിന് തേടും. ആലോചിച്ച് നോക്ക്, എത്ര എത്ര കടലിലെ മത്സ്യങ്ങളും ആകാശത്ത് പറക്കുന്ന പറവകളും ജന്തുക്കളും ഒക്കെയാണ് ജനങ്ങൾക്ക് ഖൈർ പഠിപ്പിച്ചു കൊടുക്കുന്ന, നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്ക് വേണ്ടി പാപമോചനം തേടുന്നത്. എത്രയായിരിക്കും അതിന്റെ ശ്രേഷ്ഠത എന്ന് ചിന്തിച്ചു നോക്കൂ. وروى أبو عثمان الصابوني في كتاب عقيدة السلف أصحاب الحديث عن الزهري أنه قال: تعليم سنة خير من عبادة 200 سنة. نسأل الله الكريم من فضله. وروى أبو عثمان الصابوني في كتاب عقيدة السلف أصحاب الحديث عن الزهري أنه قال: تعليم سنة خير من عبادة 200 سنة. അബൂ ഉസ്മാൻ അസ്സഅബൂനി റഹിമഹുല്ലാഹ് ഇമാം സുഹരിയിൽ നിന്ന് ഉദ്ധരിച്ച ഒരു അസറിൽ നമുക്ക് കാണാം. ഇമാം സുഹരി താബിഈയാണ്. അദ്ദേഹം പറഞ്ഞു, ജനങ്ങൾക്ക് സുന്നത്ത് പഠിപ്പിച്ചു കൊടുക്കുക എന്നത് 200 വർഷങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമായ കാര്യമാണ്. إذا تبين هذا فإن بالعلم يميز الحق من الباطل، بالعلم تعرف أهل الحق من أهل الباطل، بالعلم تعرف أهل السنة من أهل البدعة، بالعلم تعرف المصيب من المخطئ، بالعلم تعرف المستقيم من الغالي والجافي. അറിവുകൊണ്ടാണ് നമുക്ക് സത്യവും അസത്യവും വേർതിരിക്കാൻ കഴിയുക, സുന്നത്തും ബിദ്അത്തും തമ്മിൽ വേർതിരിക്കാൻ കഴിയുക. അതുപോലെ ആരാണ് ശരിയുടെ ഭാഗത്തുള്ളത്, ആരാണ് തെറ്റിന്റെ ഭാഗത്തുള്ളത് എന്നത് വേർതിരിക്കാൻ കഴിയുക, ആരാണ് ശരിയായ വഴിയിൽ നിലകൊള്ളുന്നത്, ആരാണ് അതിരുവിട്ടവർ എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുക അറിവ് കൊണ്ട് മാത്രമാണ്. وقد أخبرنا محمد صلى الله عليه وسلم أنه في آخر الزمان يضل أكثر المسلمين ويكون على بدع وضلالة إلا طائفة واحدة، ولا يمكن نعرف هذه الطائفة وأن نعرف علامات هذه الطائفة إلا بالعلم. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലത്ത് മുസ്ലിമീങ്ങളിൽ ബഹുഭൂരിപക്ഷം പിഴച്ചു പോകും, അവർ ബിദ്അത്തുകളിൽ അകപ്പെടും എന്ന് നമുക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. അവരിൽ ഒരു വിഭാഗം ഒഴികെ അവരാരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ അറിവ് കൊണ്ടല്ലാതെ സാധിക്കുകയില്ല. روى البخاري ومسلم عن معاوية بن أبي سفيان والمغيرة بن شعبة، ورواه الإمام مسلم عن جابر بن عبد الله وجابر بن سمرة وثوبان وسعد بن أبي وقاص وآخرين أن النبي صلى الله عليه وسلم قال: لا تزال طائفة من أمتي على الحق ظاهرين لا يضرهم من خالفهم ولا من خذلهم حتى يأتي أمر الله وهم على ذلك، والمخالفون من أعدائهم والمخذلون من أصحابهم. ഇമാം ബുഖാരിയും മുസ്ലിമും മുആവിയ അതുപോലെ മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹുമ അവരിൽ നിന്നും, അതുപോലെ ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ജാബിർ ബിൻ അബ്ദുല്ലാ, ജാബിർ ബിൻ സമുറ, സഅദ് ബിൻ അബി വഖാസ് തുടങ്ങിയ സഹാബിമാരിൽ നിന്നും ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാം: لا تزال طائفة من أمتي على الحق ظاهرين لا يضرهم من خالفهم ولا من خذلهم حتى يأتي أمر الله وهم على ذلك. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം അന്ത്യനാൾ വരെ, അള്ളാഹുവിന്റെ അമർ വരുന്നത് വരെ സത്യത്തിൽ അടിയുറച്ച് തന്നെ നിലകൊള്ളും. അവരെ എതിരിട്ടവർക്കോ അവരെ കൈവിട്ടവർക്കോ അവർക്ക് യാതൊരു ഉപദ്രവവും ചെയ്യാൻ സാധിക്കുകയില്ല. ഇവിടെ അവരെ എതിരിട്ടവർ അലമൻ ഖാലഫഹും,
ലാ യദുറുഹും മൻ ഖാലഫഹും എന്ന് പറഞ്ഞത് അവരുടെ എതിരാളികളെ കുറിച്ചാണ്. മൻ ഖദലഹും എന്ന് പറഞ്ഞത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന എന്നാൽ അതിനുശേഷം അവരെ കൈവിട്ട ആളുകളെ കുറിച്ചാണ്. രണ്ടു കൂട്ടർക്കും ഹക്കിന്റെ ആളുകളെ, ഈ സത്യത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ആളുകളെ ഒന്നും ചെയ്യാൻ, അവരെ ഉപദ്രവിക്കാൻ സാധ്യമല്ല. وقد ذكر شيخ الإسلام ابن تيمية في كتابه اقتضاء الصراط المستقيم أن هذا الحديث متواتر عن رسول الله صلى الله عليه وسلم. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഇഖ്തിദാഉ സിറാത്ത് മുസ്തഖീം എന്ന കിതാബിൽ ഈ പറഞ്ഞ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മുതവാത്തിറായി വന്ന ഹദീസാണെന്ന് പറഞ്ഞത് കാണാം. അതായത് ഒരുപാട് പരമ്പരകളിലൂടെ, ധാരാളക്കണക്കിന് സനദുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഹദീസാണ് ഇപ്പോൾ കേട്ട ഈ ഹദീസ്. وقد ثبت عند أحمد وأبي داود عن معاوية بن أبي سفيان رضي الله عنهما أن النبي صلى الله عليه وسلم قال: سيفترق المسلمون على 73 فرقة كلها في النار، أي مستحقة للنار، إلا فرقة واحدة وهي الجماعة. اللهم اجعلنا منهم. ഇമാം അബു ദാവൂദ്, അഹ്മദ് തുടങ്ങിയ മുആവിയ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം: സതഫ്തരിഖു ഉമ്മത്തി അലാ 73 ഫിർഖ കുല്ലുഹാ ഫിന്നാർ ഇല്ലാ ഫിർഖത വാഹിദ വഹുൽ ജമാഅ വഹിയൽ ജമാഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഉമ്മത്ത് 73 കക്ഷികളായി പിരിയും. മുസ്ലിമീങ്ങൾ 73 കക്ഷികളായി ഭിന്നിക്കും. ഒരു കൂട്ടരൊഴികെ ബാക്കി എല്ലാവരും നരകത്തിലാണ്. അവരെ അൽ ജമാഅ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത്. അല്ലാഹു നമ്മെ അക്കൂട്ടരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. وقد جاء الحديث من حديث أبي هريرة عند الترمذي وجاء من حديث غيره. نعم. ഈ ഹദീസ് ഇമാം തിർമിദി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചത് കാണാം. മറ്റു പലരിൽ നിന്നും ഈ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. وقد توارد العلماء على تصحيح هذه الأحاديث. ഈ ഹദീസ് സഹീഹാണ് എന്ന കാര്യം പണ്ഡിതന്മാർ എല്ലാവരും കാലങ്ങളായി അത് സഹീഹാണെന്ന് പണ്ഡിതന്മാർ സ്ഥിരപ്പെടുത്തിയിട്ടുള്ള ഒരു ഹദീസാണ്. وقد صح الحديث الإمام الترمذي والبيهقي واللالكائي وشيخ الإسلام ابن تيمية والزركشي والشاطبي وأعداد كثيرون حتى بلغوا فيما وقفت عليه ما يقرب من 50 عالما. بل وكلام الزركشي بل وظاهر كلام ابن تيمية والزركشي الشافعي أن العلماء مجمعون على تصحيحه. إمام ترمذي, إمام بيهقي, إمام اللالكائي, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, അതുപോലെ സർകശി, ഷാത്തിബി, ഇവരെല്ലാം ഈ ഹദീസ് സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 50ഓളം പണ്ഡിതന്മാർ ഇത് സഹീഹാണെന്ന് പറഞ്ഞത് കാണാം. എന്ന് മാത്രമല്ല സർകശി, അതുപോലെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ തുടങ്ങിയവർ പറഞ്ഞതിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഹദീസ് സഹീഹാണെന്നതിൽ ഇജ്മാ ഉണ്ട് എന്നാണ്. പണ്ഡിതന്മാർ അതിൽ ഏകോപിച്ചിരിക്കുന്നു ഈ ഹദീസ് സഹീഹാണ് എന്ന കാര്യത്തിൽ. وكان المسلمون قبل يسمون بالمسلمين لأن الجميع على منهج واحد مستقيم. പണ്ട് മുസ്ലിമീങ്ങൾ എന്ന് മാത്രമാണ് അറിയപ്പെട്ടിരുന്നത്. മറ്റൊരു പേര് അവരെ കുറിച്ച് പറയാനുണ്ടായിരുന്നില്ല. കാരണം ആ കാലത്ത് ഭിന്നിപ്പുകളില്ല, എല്ലാവരും ഒരേ വഴിയിലായിരുന്നു. എല്ലാവരെയും അന്ന് മുസ്ലിമീങ്ങൾ എന്ന് മാത്രം പറയേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. وفيهم قال تعالى هو سماكم مسلمين من قبل وفي هذا. അവരെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്, അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീന മിൻ ഖബ്ലു വഫി ഹാദ. അള്ളാഹു നിങ്ങളെ മുസ്ലിമീങ്ങൾ എന്ന് പേര് വിളിച്ചിരിക്കുന്നു, ഇതിനു മുമ്പും ഇതിലും. ثم وقعت البدع في أواخر عهد الصحابة، أدرك الصحابة الخوارج، ووقعت البدع في أواخر عهد الصحابة وعهد التابعين، فاحتاط السلف ولم يقبلوا الرواية من أي أحد، وقال سموا لنا رجالكم، فمن كان من أهل السنة قبلوا روايته ومن كان من أهل البدع ردوا روايته، كما بسط أو كما ذكر الآثار في ذلك الإمام مسلم في مقدمة صحيحه. പിന്നീട് സഹാബത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ബിദ്അത്തുകൾ ഈ ഉമ്മത്തിൽ പ്രത്യക്ഷപ്പെട്ടു. താബിഈങ്ങളുടെ കാലത്ത് ബിദ്അത്തുകൾ പ്രത്യക്ഷപ്പെട്ടു. ആ സമയത്ത് പിന്നീട് സലഫുകൾ അവർ കൂടുതൽ കാര്യങ്ങളിൽ ജാഗ്രത പുലർത്താൻ തുടങ്ങി. അവരെല്ലാവരുടെ എല്ലാ വാക്കും പിന്നീട് സ്വീകരിക്കുമായിരുന്നില്ല. സലഫുകൾ ആളുകൾ വല്ലതും വന്ന് പറഞ്ഞാൽ അവരോട് പറയും സമ്മൂലന റിജാലക്കും, നിങ്ങൾ ആരിൽ നിന്നാണ് ഇത് ഉദ്ധരിക്കുന്നത് എന്ന് പറയും, ഞങ്ങൾ കേൾക്കട്ടെ.
അവർ സുന്നത്തിന്റെ ആളുകളാണോ എങ്കിൽ നമ്മൾ സ്വീകരിക്കും. ബിദഅത്തിന്റെ ആളുകളാണോ എങ്കിൽ നമ്മൾ സ്വീകരിക്കുകയില്ല, തള്ളിക്കളയും. കാര്യം ആ മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിന്റെ മുഖദ്ദിമയിൽ അതിന്റെ ആമുഖത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. وروى ابن أبي حاتم في تفسير عن ابن عباس في تفسير قوله تعالى يوم تبيض وجوه وتسود وجوه قال تبيض وجوه أهل السنة وتسود وجوه أهل البدعة. ഇമാം ഇബ്നു അബി ഹാത്തിം അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഖുർആനിലെ ഈ ആയത്തിന്റെ തഫ്സീറിൽ ഉദ്ധരിച്ചത് കാണാം. യൗമ തബിയദ്ദു വജൂഹ് വതസ്വദ്ദു വജൂഹ് എന്ന ആയത്തിന്റെ തഫ്സീറിൽ, അതായത് ചില മുഖങ്ങൾ വെളുക്കുകയും ചില മുഖങ്ങൾ കറുക്കുകയും ചെയ്യുന്ന ദിവസം എന്ന് അള്ളാഹു അന്ത്യനാളിനെ വിശേഷിപ്പിച്ച ആയത്ത് അതിന്റെ തഫ്സീറിൽ ഇബ്നു അബി ഹാത്തിം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഉദ്ധരിച്ചത് കാണാം. തബിയദ്ദു വജൂഹു അഹ്ലി സുന്ന വതസ്വദ്ദു വജൂഹു അഹ്ലിൽ ബിദ്അ. അഹ്ലുസുന്നത്തിന്റെ മുഖമാണ് അന്ന് വെളുക്കുക. അന്ന് മുഖം വെളുക്കുന്നവർ അഹ്ലുസുന്നത്താണ്, അന്ന് മുഖം കറുക്കുന്നവർ അഹ്ലുൽ ബിദ്അത്താണ്. فلم يكتفي السلف باسم الإسلام والمسلمين لأنه دخل فيهم من هو على الإسلام غير الصافي، فاحتاج السلف أن يتسموا باسم ليتمايز أهل الإسلام الصافي عن غيره، فتسموا بالسلف بأهل السنة، وتسموا بأهل السنة والجماعة، وتسموا بالسلفيين، وتسموا بأهل الحديث، وتسموا بأهل الأثر، وهكذا. ഇങ്ങനെയുള്ളൊരു കാലം വന്നപ്പോൾ പിന്നീട് സലഫുകൾ, നമ്മുടെ മുൻഗാമികൾ, മുസ്ലിമീങ്ങൾ എന്ന പേര് കൊണ്ട് മാത്രം മതിയാക്കിയില്ല. കാരണം ഭിന്നിപ്പുകൾ വന്നു. അതുകൊണ്ട് അവർ പേര് പറയാൻ തുടങ്ങി. നമ്മൾ അഹ്ലുസുന്നത്താണ് എന്ന് പറയാൻ തുടങ്ങി, അല്ലെങ്കിൽ അഹ്ലുസുന്ന വൽ ജമാഅ, അഹ്ലുൽ അസർ, സലഫികൾ എന്നിങ്ങനെയുള്ള പേരുകൾ മുൻഗാമികൾ തന്നെ അവർ പറഞ്ഞു തുടങ്ങി. ഈ ഭിന്നിപ്പുകൾ ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടായതിനു ശേഷം അഹ്ലുസുന്നത്തിനെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കാൻ വേണ്ടി. وأعظم صفة وعلامة وأمارة يتميز بها أهل السنة السلفيون عن غيرهم أنهم يفهمون الكتاب والسنة بفهم السلف. كثير من المسلمين يدعو إلى الرجوع إلى الكتاب والسنة، ثم يخالف في فهم الكتاب والسنة، ولا يمكن يضبط هذا إلا أن يرجع الناس إلى فهم السلف للكتاب والسنة، فلا بد من كتاب والسنة على فهم سلف الأمة. അഹ്ലുസുന്നത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം, അവരുടെ ഏറ്റവും വലിയ വിശേഷണം എന്ന് പറയുന്നത് അവർ ഖുർആനും സുന്നത്തും ഈ ഉമ്മത്തിലെ സലഫ്, ഈ ഉമ്മത്തിലെ മുൻഗാമികൾ എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കുന്നു എന്നതാണ്. അതല്ല എങ്കിൽ മുസ്ലിമീങ്ങൾ ഒരുപാട് പേർ ഖുർആനിലേക്കും സുന്നത്തിലേക്കും ജനങ്ങൾ ക്ഷണിക്കുന്നുണ്ട്, ഖുർആനിലേക്കും സുന്നത്തിലേക്കും. പക്ഷേ അത് മനസ്സിലാക്കുന്നിടത്ത് അവർ മുൻഗാമികളുടെ വഴി സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഖുർആനും സുന്നത്തും മുൻഗാമികൾ സലഫ് എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കണം എന്നതാണ്. روى الآجري عن الأوزاعي أنه قال عليك بآثار من سلف وإن رفضك الناس، وإياك وآراء الرجال وإن زخرفوه لك بالقول، فتأمل كيف أمر بالرجوع إلى ما عليه السلف. نعم. إمام الآجري إمام الأوزاعي ഉദ്ധരിച്ചത് കാണാം. അദ്ദേഹം പറഞ്ഞു عليك بآثار السلف وإن رفضك الناس. നീ സലഫുകളുടെ മുൻഗാമികളുടെ അസറുകൾ, അവരുടെ വഴി എന്താണോ, അവർ ബാക്കി വെച്ചു പോയത് എന്താണോ അത് സ്വീകരിക്കുക. ജനങ്ങൾ നിന്നെ തള്ളിക്കളഞ്ഞാലും നീ ആളുകളുടെ അഭിപ്രായങ്ങളും അവരുടെ വീക്ഷണങ്ങളും സ്വീകരിക്കാതിരിക്കുക. ആളുകൾ അവരുടെ വാക്കുകൊണ്ട് അതിനെ ഭംഗി കൂട്ടി അലങ്കരിച്ച് പഠിപ്പിച്ചു തന്നാലും പിൽക്കാലത്തുണ്ടായ ജനങ്ങളുടെ അഭിപ്രായങ്ങളും വീക്ഷണങ്ങളും നീ സ്വീകരിക്കാതിരിക്കുക, അത് നീ തള്ളിക്കളയുക. وقال الإمام أحمد في أصول السنة أي أصول اعتقاد السلف: أصول السنة عندنا ما عليه الصحابة. لم يقل الكتاب والسنة لأن الكثير يحتج بالكتاب والسنة، وإنما قال ما عليه الصحابة. إمام أحمد അദ്ദേഹത്തിന്റെ ഉസൂൽ സുന്നയിൽ പറയുകയുണ്ടായി, ഉസൂൽ സുന്നത്തി عندنا ما عليه الصحابة. സുന്നത്തിന്റെ അസ്ൽ എന്നാൽ ഈ
അഹ്ലുസുന്നത്തിന്റെ വഴിയുടെ അടിസ്ഥാനം എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്നത് അത് സഹാബത്തിന്റെ വഴി ഏതോ അത് എന്നതാണ്. നോക്കൂ, ഇമാം അഹ്മദ് ഇവിടെ ഖുർആനും സുന്നത്തും എന്ന് പറഞ്ഞില്ല, മറിച്ച് എന്താണ് പറഞ്ഞത്? സഹാബത്തിന്റെ വഴി എന്നാണ് പറഞ്ഞത്. കാരണം ആ വഴിക്കാണ് ഖുർആൻ സുന്നത്തും നമ്മൾ മനസ്സിലാക്കേണ്ടത്. وقال شيخ الإسلام ابن تيمية في كتابه اقتضاء الصراط المستقيم: إنما المتبع في إثبات أحكام الله كتاب الله وسنة النبي صلى الله عليه وسلم، وسبيل السابقين أو الأولين كتاب الله وسنة النبي صلى الله عليه وسلم وسبيل السابقين أو الأولين. لا يجوز إثبات نص شرعي دون هذه الأصول الثلاثة، لا نصا ولا استنباطا بحال. انتهى كلامه رحمه الله. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, ദീനിലെ വിധിവിലക്കുകൾ സ്ഥിരപ്പെടുക, അത് സ്വീകരിക്കപ്പെടുക കിതാബിന്റെയും സുന്നത്തിന്റെയും അതുപോലെ മുൻഗാമികൾ അവരുടെ വാക്കിന്റെയും അടിസ്ഥാനത്തിലാണ്. അതല്ലാതെ ഇത് ഇല്ലാതെ, ഈ മൂന്ന് കാര്യങ്ങളില്ലാതെ ദീനിൽ ഒരു കാര്യവും ഒരു നിലക്കും സ്ഥിരപ്പെടുകയില്ല. അത് നേർക്ക് നേരെ സ്വീകരിക്കുന്ന വിധിയാകട്ടെ, അതല്ലെങ്കിൽ ഒരു തെളിവിൽ നിന്ന് അതിൽ വന്നു ചേരാവുന്ന, അത് വഴി ഇസ്തിംബാത്ത് ചെയ്തെടുക്കാവുന്ന വിധിവിലക്കുകളുണ്ട്. നേർക്കുനേരെ അല്ല എങ്കിലും ഒരു കാര്യത്തിലൂടെ മറ്റൊരു കാര്യത്തിലേക്ക് തെളിവ് വരാറുണ്ട്. ഇങ്ങനെ ആകട്ടെ, ഏത് കാര്യമാകട്ടെ കിതാബിന്റെയും സുന്നത്തിന്റെയും അതുപോലെ മുൻഗാമികളുടെ വഴി ഏതോ അതിന്റെയും അടിസ്ഥാനത്തിലല്ലാതെ ദീനിൽ ഒരു വിധിയും ഒരു ഹുക്മും സ്ഥിരപ്പെടുകയില്ല, സ്വീകരിക്കപ്പെടുകയില്ല. وقال ابن تيمية كما في مجموع الفتاوى: لا عيب على من انتسب إلى مذهب السلف واعتزى إليه. لا عيب على من انتسب إلى مذهب السلف واعتزى إليه، فإنه يجب قبول منه ذلك بالاتفاق، ومنهج السلف لا يكون إلا حقا. ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മജ്മൂ ഫതാവയിൽ പറയുകയുണ്ടായി, സലഫുകളിലേക്ക് ഒരാൾ തന്നെ ചേർത്തി പറയുന്നതിൽ യാതൊരു ഐബുമില്ല, ഒരു കുറവും അതിലില്ല. മറിച്ച് അത് സ്വീകരിക്കുക എന്നതാണ് വേണ്ടത്. അതിലേക്ക് ചേർത്തി പറയുക ഒരിക്കലും ഒരു കുറച്ചിലോ അല്ലെങ്കിൽ ഒരു മോശം കാര്യമോ അല്ല. ഒരുവൻ തന്നെ മുൻഗാമികളിലേക്ക് ചേർത്തി പറഞ്ഞ ഞാൻ മുൻഗാമികളുടെ വഴിയിലാണ് എന്ന് പറയുക അത് ഒരിക്കലും ഒരു മോശമായ കാര്യമോ ഒരു ഐബോ ഒരു ന്യൂനതയോ അല്ല, മറിച്ച് അതാണ് വേണ്ടത്. وليس معنى هذا أنه يجب أن تقول أنا فلان بن فلان السلفي، وإنما إذا كان لهم مناسبة تقول أنا سلفي، وتحمد الله على هذه النعمة وتفرح بها، كما يفرح الديوبندي بأنه ديوبندي، والماتريدي بأنه ماتريدي، يصرخ الماتريدي بأنه ماتريدي، ويصرخ الديوبندي بأنه ديوبندي، والسلفي يقول بصوت منخفض أنا سلفي. لما؟ العزة لله ولرسوله للمؤمنين. فلا بد يكون عند السلفي والذي يوفق لمنهج السلف يكون عنده عزة وقوة. قل إن العزة لله ولرسوله وللمؤمنين. نعم. ഇതിന്റെ അർത്ഥം ഒരാൾ എപ്പോഴും തന്നെ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ ഇന്നാളുടെ മകൻ സലഫിയാണ് എന്ന് പറയണം എന്നല്ല, മറിച്ച് അങ്ങനെ പറയേണ്ട ആവശ്യം വന്നാൽ പറയുക ഞാൻ സലഫിയാണ്, അത് പറയുക. ഏതുപോലെ ഞാൻ ദുയുബന്ദിയാണ് എന്ന് അയാൾ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു, അഭിമാനത്തോടെ പറയുന്നു. മാതുരീദി ഞാൻ മാതുരീദിയാണ് എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു. എന്നാൽ സലഫി താൻ സലഫിയാണെന്ന് പറയേണ്ടി വന്നാൽ പതുക്കെ മെല്ലെ പറയാൻ ഞാൻ സലഫിയാണ്. എന്തിനാണ് നമ്മൾ ഈ രൂപത്തിൽ ചെയ്യുന്നത്? ഇസ്സത്ത് അള്ളാഹുവിനും അവന്റെ റസൂലിനുമാണ്. വലില്ലാഹിൽ ഇസ്സത്തു വൽ റസൂല്. അള്ളാഹു ഖുർആൻ പറഞ്ഞതുപോലെ ഇസ്സത്ത് പ്രതാപം എന്ന് പറയുന്നത് അള്ളാഹുവിനും അവന്റെ റസൂലിനുമാണ്. അതുകൊണ്ട് ആ ഇസ്സത്തോടെ നമ്മൾ പറയേണ്ടടുത്ത് സലഫിയാണ് ഞാൻ എന്ന് പറയുക. وبعد هذا أنبه على تنبيهات. التنبيه الأول: السلفية نعمة، وثبات النعم بالشكر. قال سبحانه: لئن شكرتم لازيدنكم. فاشكروا الله على هذه النعمة، واحمدوا الله على هذه النعمة، وتذكر حالك قبل أن تكون سلفيا، كم كنت في ضلالة وغواية، واليوم أصبحت في نور وهدى واستقامة. وانظر إلى غيرك
واحمد الله على ما أنت فيه، ليس تكبرا وإن من باب حمد الله على هذه النعمة. نعم. സലഫിയത്ത് അത് നിഅമത്താണ്, അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹം നിലനിൽക്കാനുള്ള വഴി അള്ളാഹുവിന് ശുക്ർ ചെയ്യുക, നന്ദി കാണിക്കുക എന്നതാണ്. അള്ളാഹു പറഞ്ഞു, ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരാം, അനുഗ്രഹം വർദ്ധിപ്പിച്ചു തരാം. അതുകൊണ്ട് ഈ നിഅമത്തിന്, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് നമ്മൾ നന്ദി കാണിക്കുക. നമ്മൾ നമ്മുടെ പഴയ കാലം, ഈ സലഫി മാർഗം സ്വീകരിക്കുന്നതിന് മുമ്പുള്ള കാലം ആലോചിച്ച് നോക്കുക. നീ ആ കാലത്ത് വലിയ വലാലത്തിൽ, വലിയ വഴികേടിലായിരുന്നു. എന്നിട്ട് അള്ളാഹു നിനക്ക് ഹിദായത്ത് നൽകി. അതുപോലെ ഈ മാർഗം സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത ആളുകളെ കുറിച്ച് ആലോചിച്ച് നോക്കുക. നമുക്ക് മനസ്സിലാവും ഇത് എത്ര വലിയ നിഅമത്താണ്, അനുഗ്രഹമാണ് എന്നത്. അതുകൊണ്ട് ഈ അനുഗ്രഹത്തിന് അള്ളാഹുവിന് നന്ദി കാണിക്കുക. ഇത് അഹങ്കരിക്കാനല്ല, ഇതിന്റെ പേരിൽ അഹങ്കരിക്കുകയല്ല, മറിച്ച് ഇതിന് അള്ളാഹുവിനോട് നന്ദി കാണിക്കുക. ولا تظنن الهداية ميسورة لكل أحد، لا والله، أصعب ما يكون إذا حرمك الله إياها. نسأل الله الهداية والاستقامة. ولتعرف ذلك انظر إلى حال أبوي النبي صلى الله عليه وسلم، إنهما ماتا كافرين وهما أبوا محمد صلى الله عليه وسلم، وأنا وإياك مسلمون، نسأل الله الثبات يا رب العالمين. أخرج الإمام مسلم عن أبي هريرة أن النبي صلى الله عليه وسلم استأذن ربه أن يزور قبر أمه وأن يستغفر لها، فأذن له أن يزورها ولم يأذن له أن يستغفر لها لأنها ماتت كافرة، فبكى صلى الله عليه وسلم. وأخرج الإمام مسلم عن أنس أن رجلا سأل النبي صلى الله عليه وسلم في حديث وفيه قوله إن أبي وأباك في النار، نسأل الله الهداية والاستقامة. ഈ അനുഗ്രഹം ഒരു നിസാരമായ കാര്യമാണ് എന്ന് നീ വിചാരിച്ചു പോകരുത്. മറിച്ച് അള്ളാഹു ഇതെങ്ങാനും തടഞ്ഞാൽ ഇതാണ് ഏറ്റവും പ്രയാസമുള്ള കാര്യം, ഈ വഴിയിലേക്ക് നിനക്ക് ഹിദായത്ത് ലഭിക്കുക എന്നത്. അത് മനസ്സിലാകണമെങ്കിൽ ഒരു കാര്യം ആലോചിച്ച് നോക്കിയാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കളെ കുറിച്ച്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയും ഉപ്പയും കാഫിറുകളായിട്ടായിരുന്നു മരിച്ചുപോയത്. നമ്മളാകട്ടെ മുസ്ലിമീങ്ങളാണ്. അള്ളാഹു ഈ വഴിയിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉമ്മയുടെ ഖബർ സന്ദർശിക്കാൻ അള്ളാഹുവിനോട് അനുവാദം ചോദിച്ചു. അള്ളാഹു ഖബർ സിയാറത്തിന് അനുവാദം നൽകി. പക്ഷേ ഉമ്മാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ, പാപമോചനം തേടാൻ അള്ളാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം ചോദിച്ചപ്പോൾ അള്ളാഹു അനുവാദം കൊടുത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുകയുണ്ടായി. അതുപോലെ ഇമാം മുസ്ലിമിന്റെ സഹീഹിൽ തന്നെ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഹദീസിന്റെ ഇടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളോട് പറഞ്ഞത് കാണാം, ഇന്ന അബീ വ അബാക ഫിന്നാർ, എന്റെ ഉപ്പയും നിന്റെ ഉപ്പയും നരകത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. കാരണം നബിയുടെ ഉമ്മയും ഉപ്പയും കാഫിറുകളായിട്ടാണ് മരിച്ചുപോയത് എന്നതുകൊണ്ട്. وكثير من العلماء المجددين المصلحين كانوا على بدع وضلالة وهداهم الله للسنة. أتدري أن شيخ الإسلام ابن تيمية كان يشد الرحل للقبور؟ ذكر هذا عن نفسه كما في مجموع الفتاوى. أتدري أن شيخ الإسلام ابن تيمية كان يؤول الصفات كالأشاعرة؟ فهداه الله للسنة. وهذا يدلك على أن الأمر ليس سهلا، وكيف خفي على مثل شيخ الإسلام ابن تيمية رحمه الله تعالى. بل كان بعض أصحاب ابن تيمية يجتمعون ويتذاكرون ما كانوا عليه من ضلالات الأشاعرة والمتكلمين، وكيف أن الله هداهم فيبكون بعظيم هذه النعمة. نعم. ഇത് നിസ്സാരമായ ഒരു കാര്യമല്ല. നിങ്ങൾ നോക്കൂ, ഈ ഉമ്മത്തിലെ മുജദ്ദിദുകളായ, ഉമ്മത്തിനെ വഴികേടുകളിൽ നിന്ന് നന്മകളിലേക്ക് നയിച്ച, അവരെ പഴയ ഇസ്ലാമിലേക്ക് കൊണ്ടുപോയ വലിയ വലിയ പണ്ഡിതന്മാർ പോലും ആദ്യകാലത്ത് വഴികേടിലായിരുന്നു, ബിദ്അത്തുകളിലായിരുന്നു. എന്തിന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം മജ്മുഉൽ ഫതാവയിൽ ഷെയ്ഖുൽ ഇസ്ലാം അവിടുത്തെ കുറിച്ച് തന്നെ പറഞ്ഞതുപോലെ, ഇബ്നു തൈമിയ്യ ഖബറുകളിലേക്ക് പാടില്ലാത്ത ദീർഘയാത്ര, സ്വലാസ്മൽ ഹദീസിൽ വിലക്ക് വന്നിട്ടുള്ളതാണല്ലോ, ഖബറുകൾ ഉദ്ദേശിച്ച് ദീർഘയാത്ര പോവുക എന്നത്. 3 മസ്ജിദുകൾക്ക് അല്ലാതെ ദീർഘയാത്ര പുണ്യം പ്രതീക്ഷിച്ച് പോകാൻ പാടില്ല എന്ന ഹദീസിൽ വന്നതുപോലെ ഷെയ്ഖുൽ ഇസ്ലാം ഖബറുകളിലേക്ക് ഇങ്ങനെ പോയ ആളായിരുന്നു.
അതുപോലെ അശ്അരികളെ പോലെ അള്ളാഹുവിന്റെ സിഫത്തുകളെ, അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ അതിന്റെ നേർക്കുനേരെയുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കാതെ വ്യാഖ്യാനിക്കുന്ന അശ്അരികളുടെ വാദത്തിലായിരുന്നു ആദ്യകാലത്ത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്. എന്നിട്ട് അള്ളാഹു ഈ വഴിയിലേക്ക് അദ്ദേഹത്തെ നയിച്ചു. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇബ്നു തൈമിയ്യ പോലെ ഒരാൾ ഇങ്ങനെ ഒരു വഴിയിൽ ആദ്യം ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് മാത്രം ചിന്തിച്ചാൽ മനസ്സിലാവും. ഇത് നിസാരമായ കാര്യമല്ല. ഈ സത്യത്തിലേക്ക് അള്ളാഹു നമ്മെ വഴി നടത്തുക എന്നത് നിസാരമായ കാര്യമല്ല. അതുകൂടാതെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ അദ്ദേഹത്തിന്റെ അസ്ഹാബ്, അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും ശിഷ്യന്മാരും മറ്റും അവർ തമ്മിലിരുന്ന് സംസാരിക്കാറുണ്ടായിരുന്നു പഴയ കാലത്ത് അവരുണ്ടായിരുന്ന വഴികേടിന്റെ വിദഅത്തുകളുടെ അവസ്ഥയെക്കുറിച്ച്. എന്നിട്ട് അള്ളാഹു അവർക്ക് ഹിദായത്ത് നൽകിയതിനെ കുറിച്ച് അവരത് പറയുകയും എന്നിട്ട് കരയുകയും ചെയ്യുമായിരുന്നു. أتدري أن شيخ الإسلام محمد بن عبد الوهاب كان يقوم بالشرك في الألوهية، كان يشرك بالله في الألوهية إلى أن هداه الله. وكان وأبوه كان عالما، وكان وجده كان أعلم أهل نجد، كان عندهم من الشركيات والضلالات والبدع الكثيرة، لكن الله اختص هذا الإمام وهداه. هذا يدلك على أن الأمر صعب للغاية، فاحمدوا الله على هذه النعمة. وقال عن نفسه: أتحدى أن تذكروا عن عالم واحد في العارض الرياض وما حولها، عن عالم واحد كان على التوحيد ثم هداه الله برحمته وكرمه. يدلك على أن الأمر صعب. نسأل الله الهداية والاستقامة يا رب. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹം ആദ്യകാലത്ത് ഉലൂഹിയ്യത്തിൽ ഷിർക്ക് സംഭവിച്ച, അള്ളാഹുവിൽ പങ്കു ചേർത്തിരുന്ന ആളായിരുന്നു. സുബ്ഹാനല്ലാഹ്. അതുപോലെ അദ്ദേഹത്തിന്റെ പിതാവ്, അദ്ദേഹം പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാമഹൻ, അദ്ദേഹം നജിദിലെ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു. അവർ ഉലൂഹിയ്യത്തിൽ ഷിർക്ക് സംഭവിച്ചിരുന്ന, അങ്ങനെയുള്ള ഷിർക്കിന്റെ വിശ്വാസത്തിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു. അദ്ദേഹം പറയുകയുണ്ടായിട്ടുണ്ട്, ആറുദിൽ അഥവാ ഈ റിയാദും അതിന് ചുറ്റുമുള്ള സ്ഥലവുമാണ്, അവിടെ ഇതല്ലാത്ത വിശ്വാസത്തിൽ ഉണ്ടായിരുന്ന ഒരാളെ കാണിച്ചു തരാൻ സാധിക്കുമോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ചിന്തിച്ച് നമുക്ക് മനസ്സിലാവും, ഇത് കാര്യം നിസ്സാരമല്ല. അള്ളാഹു ഈ വഴിയിലേക്ക് നമ്മെ നയിച്ചു എന്നത് ഒരിക്കലും നിസ്സാരമായ കാര്യമല്ല. അള്ളാഹു എളുപ്പമാക്കിയില്ലെങ്കിൽ ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ്. التنبيه الثاني من شكر نعمة السنة والسلفية ألا تأخذ العلم إلا عن الموثوقين. روى الإمام مسلم في مقدمة عن محمد بن سيرين أنه قال: إن هذا العلم دين، إن هذا العلم دين، فانظروا عمن تأخذون دينكم. وما أكثر الذين يخطئون ويأخذون الدين من اليوتيوب، ومن رسائل تأتي من المجاهيل، بل بعضهم أطم وأسوأ، يأخذ العلم من بعض المبتدع وهو يعلم أنه مبتدع، ويأخذ العلم من بعض الضلالة، سواء كان صوفيا أو إخوانيا أو تبليغيا أو سروريا أو أشعريا، وهو يعلم أنه على ضلالة. قد يزيغه الله، والله قد يزيغه الله ويحرمه هذه النعمة بعدم شكره لها وأن يأخذها من أي أحد. ووالله وتالله وبالله ما أكثر الذين انحرفوا عن السنة بسبب هذا. نسأل الله الهداية والاستقامة. അള്ളാഹു നമ്മെ ഈ വഴിയിലേക്ക് നടത്തി, ഈ ഹിദായത്ത് അള്ളാഹു നമുക്ക് നൽകി എന്നതിനുള്ള ശുക്റിന്റെ ഭാഗമാണ്, അള്ളാഹുവിന് കാണിക്കുന്ന നന്ദിയുടെ ഭാഗമാണ്, നിർബന്ധമായ ശുക്റിന്റെ ഭാഗമാണ് നമ്മൾ നമുക്ക് സത്യത്തിന്റെ ആളുകളാണ് എന്ന് ബോധ്യമുള്ളവരിൽ നിന്ന് മാത്രം ദീൻ സ്വീകരിക്കുക, പഠിക്കുക എന്നത്. മുസ്ലിം തന്റെ സഹീഹിന്റെ മുഖദ്ദിമയിൽ മുഹമ്മദ് ബിൻ സീരീൻ എന്ന താബിഈൽ നിന്ന് ഉദ്ധരിച്ച അദ്ദേഹത്തിന്റെ വാക്യം നമുക്ക് കാണാം: ഇന്ന ഹാദൽ ഇൽമ ദീനുൻ ഫൻദുറു അമ്മൻ തഅഖുദൂന ദീനകും. ഈ ഇൽമ എന്ന് പറയുന്നത് ദീനാണ്, നിങ്ങൾ ഈ പഠിക്കുന്ന അറിവ് ഇത് ദീനാണ്. അതുകൊണ്ട് ആരിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കുന്നു എന്ന് നിങ്ങൾ നോക്കുക, നിങ്ങൾ ശ്രദ്ധിക്കുക. നോക്കൂ, ഇന്ന ആളുകൾ യൂട്യൂബിൽ നിന്ന്, അതുപോലെ അവർക്ക് വന്നു കിട്ടുന്ന മെസ്സേജുകളിൽ നിന്നും മറ്റും ആരെന്നറിയാത്ത, എന്താണ് സ്ഥിതി എന്നറിയാത്ത ആളുകളിൽ നിന്ന് ദീൻ കേൾക്കുന്നു, അറിവ് സ്വീകരിക്കുന്നു. അല്ല, അതിനേക്കാൾ അങ്ങേറ്റം മോശമാണ് ബിദ്അത്തിന്റെ ആളാണ് എന്ന് അറിവുള്ള ഒരു ഇഖ്വാനിയോ അല്ലെങ്കിൽ സുറൂരിയോ അശ്അരിയോ ഇങ്ങനെയൊക്കെയുള്ള ബിദ്അത്തിന്റെ ആളുകളാണ് എന്ന് അവനറിയാം,
എന്നിട്ട് അറിവുണ്ടായിട്ടും അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് കേൾക്കാൻ, അവരുടെ സംസാരം കേൾക്കാൻ, അവരിൽ നിന്ന് അറിവ് സ്വീകരിക്കാൻ ചില ആളുകൾ അങ്ങനെ ചെയ്യുന്നു എന്നത് വളരെ വളരെ അപകടമാണ്. അള്ളാഹുവാണ് വല്ലാഹി ഇങ്ങനെ ഈ കാര്യം കൊണ്ട്, ഈ അള്ളാഹുവിന്റെ നിഅമത്തിന് നന്ദി കാണിച്ചില്ല എന്നതുകൊണ്ട്, ഈ കാരണം കൊണ്ട് അള്ളാഹു നമ്മുടെ ഹിദായത്ത് എടുത്ത് നീക്കിയേക്കാം, നമ്മെ അള്ളാഹു വഴികേടിലാക്കിയേക്കാം. എത്രയോ ആളുകൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അവർ ഇങ്ങനെ നോക്കാതെ ആരെന്നറിയാത്ത അല്ലെങ്കിൽ പഴച്ച കക്ഷികളിൽ നിന്ന് കേൾക്കാനും വായിക്കാനും പഠിക്കാനും ഒക്കെ നിന്നുകൊടുത്തു എന്നതുകൊണ്ട് ഹിദായത്ത് നഷ്ടപ്പെട്ട വഴികേടിലായ എത്രയോ ആളുകളുണ്ട്. അള്ളാഹു നമ്മെ കാത്തിരിക്കുമാറാകട്ടെ. وبعض الناس يزيد السوء سوءا، وذلك أنه لا يكتفي بأخذ العلم من المجاهيل وأسوأ منهم من السيئين، بل ينشره إما بالفيسبوك أو برسائل الواتساب أو بغير ذلك، وفي هذا إضرار كبير. فكم زاغ من إخواننا السلفيين من السنة والسلفية بسبب أنه استمع إلى بعض الحركيين، لأنه يتكلم عن الإلحاد ومحاربة الملحدين، استمع إلى مقطع ومقطعين ودرس إلى درسين ثم أحبه ومال قلبه إليه وتعلق به فترك السنة، نسأل الله العافية والهداية. نعم. ചില ആളുകൾ ഈ പറഞ്ഞതിനേക്കാൾ വലിയ മോശമായ തെറ്റായ കാര്യമാണ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെയുള്ള ആരെന്നറിയാത്ത ആളുകളിൽ നിന്ന് അവൻ ദീൻ സ്വീകരിക്കുക, പഠിക്കുക അല്ലെങ്കിൽ കേൾക്കുക എന്നത് മാത്രമല്ല, അത് കൂടാതെ അവനത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അത് ഷെയർ ചെയ്യുന്നു, ഒന്നുകിൽ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ ഒക്കെ ഷെയർ ചെയ്യുന്നു. ഇത് നോക്കിയത് ആളുകളോട് ചെയ്യുന്ന വലിയ ഉപദ്രവമാണ്, ആളുകളോട് ചെയ്യുന്ന വലിയ ദ്രോഹമാണിത്. കാരണം എത്രയോ ആളുകൾ സലഫികളായിരുന്ന, സുന്നത്തിലും ഹക്കിലും ഒക്കെ ആയിരുന്ന ആളുകൾ അത് ഉപേക്ഷിക്കാൻ കാരണമായിട്ടുണ്ട് ഇതുപോലുള്ള പ്രവർത്തികൾ. അവരെന്ത് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ ചില ആളുകളുടെ ഹറക്കികളായ അഥവാ ഇങ്ങനെയുള്ള വിപ്ലവങ്ങളെയും മറ്റും പ്രോത്സാഹിപ്പിക്കുന്ന ആ രൂപത്തിൽ പിഴവ് സംഭവിച്ച ആളുകളുടെ സംസാരം കേൾക്കാൻ നിൽക്കും. എന്താണ് അവന്റെ ന്യായം? ചിലപ്പോൾ അയാൾ നിരീശ്വരവാദികൾക്ക്, യുക്തിവാദികൾക്കൊക്കെ മറുപടി പറയുന്ന ആളായിരിക്കും. ഈ പറയുന്ന പഴച്ച സലഫിയത്തിലല്ലാത്ത ആൾ യുക്തിവാദികൾക്ക് മറുപടി പറയുന്ന ആളാണ്. അപ്പോൾ ഇത് നല്ല ഒരു ക്ലാസ് ആണല്ലോ എന്ന് വിചാരിച്ച് അവൻ്റേത് ഒരു സംസാരം കേൾക്കാൻ നിൽക്കും, രണ്ടെണ്ണം കേൾക്കും. അങ്ങനെ പിന്നെ ഇവന്റെ സലഫിയത്ത് നഷ്ടപ്പെടും, ഈ കേട്ടവന്റെ ഹിദായത്ത് അതിലൂടെ നഷ്ടപ്പെട്ടു പോകും. നോക്കൂ, കാരണം എന്താണ്? ഇങ്ങനെയുള്ള ആളുകളുടേത് കേൾക്കാനും വായിക്കാനും കാണാനും അവൻ നിന്നു എന്നതുകൊണ്ടാണ്. وكان أبو بكر الباقلاني وهو رجل أشعري يرد على النصارى ويرد على المعتزلة، فبدعه أئمة السنة في زمانه، ومنهم أبو حامد الإسرائيلي إمام السلف الكبير، وضلله وكان يحذر الناس منه، حتى كان يدخل حمام مكان الاغتسال متقنعا خشية العامة من كثرة ما كان يحذر منه. ذكر هذا ابن تيمية عنه في كتاب إدارة تعارض العقل والنقل. نعم. يدخل الحمام باقلاني. مكان إيه؟ لا باقلاني يدخل. يريد يدخل الحمام. الحمام إيه؟ تعرف الحمام ما هو مكان الاغتسال يعني. لا أنا أسأل يعني يدخل من باقلاني. الباقلاني إيه، فكان يتقنع خشية الناس لأن أبا حامد كان يحذر منه. أبو بكر الباقلاني എന്ന വളരെ അറിയപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹം അശ്അരിയാണ്. അദ്ദേഹം നസ്രാനികൾക്കും മുഅ്തസിലത്തിനും ഒക്കെ മറുപടി പറഞ്ഞിരുന്ന ആളായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ കാലത്തെ അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ, അബൂ ഹാമിദിനെ പോലെയുള്ള പണ്ഡിതന്മാർ അദ്ദേഹത്തിന് മറുപടി പറഞ്ഞു. അദ്ദേഹത്തിൽ നിന്ന് ജനങ്ങളെ താക്കീത് ചെയ്തു. അയാളുടെ പക്കൽ നിന്ന് അദ്ദേഹത്തിൽ നിന്ന് അറിവ് സ്വീകരിക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ എത്രത്തോളം ഇദ്ദേഹം ബാഖിലാനി കുളിസ്ഥലത്തേക്ക്, ജനങ്ങൾ കുളിക്കുന്ന സ്ഥലത്തേക്ക് കുളിക്കാൻ വേണ്ടി കയറുമ്പോൾ അദ്ദേഹം വസ്ത്രം കൊണ്ട് മുഖം മറച്ചിട്ട് കയറുമായിരുന്നു. കാരണം അത്രയും ഇദ്ദേഹത്തിൽ നിന്ന് അഹ്ലുസുന്നത്തിന്റെ ഇമാമിയങ്ങൾ ജനങ്ങളെ താക്കീത് ചെയ്തിരുന്നു എന്നതുകൊണ്ട്. അപ്പൊ നമുക്ക് ആളുകൾ, നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ എത്രത്തോളം ഇങ്ങനെയൊക്കെ മറ്റുള്ള കക്ഷികൾക്ക് മറുപടി പറയുന്ന ആളായിട്ടുകൂടി സാധാരണ ജനങ്ങളെ ഇത്തരക്കാരിൽ നിന്ന് താക്കീത് ചെയ്തു എന്ന് നമ്മൾ ആലോചിക്കുക, ശ്രദ്ധിക്കുക. وكان أبو محمد عبد الله بن سعيد بن كلاب، وهو شيخ الكلابية وشيخ أبي الحسن الأشعري، كان له ردود قوية على المعتزلة، وكذلك لأبي الحسن الأشعري ردود قوية على المعتزلة.
والمعتزلة لهم مكانتهم ذاك الوقت والسلطان معهم. ومع ذلك ما اغتر بهم أئمة السنة، بل بدع الإمام أحمد أبا محمد عبد الله بن سعيد بن كلاب، مع أنه أقرب إليه من المعتزلة، لكن بدع حتى لا يغتر الناس به. نعم. നോക്കൂ നിങ്ങൾ, അബ്ദുല്ലാഹി ബിൻ സഈദ് ബിൻ കുല്ലാബികളുടെ നേതാവ് ഒരു പ്രത്യകക്ഷിയാണ്. അതുപോലെ അശാരികളുടെ അവരാരിലേക്കാണ് ചേർത്തപ്പെടുന്നത്? അബുൽ ഹസൻ അൽ അശാരി എന്ന പണ്ഡിതനിലേക്കാണ്. ഈ രണ്ടുപേരും മുഅ്തസിലത്തിന് അതിനേക്കാൾ പഴച്ച കക്ഷിയാണ് മുഅ്തസില. ആ കാലത്ത് അവർക്ക് വലിയ ശക്തി ഉണ്ടായിരുന്നു, വലിയ പ്രചാരം ഉണ്ടായിരുന്നു. അവർക്കെതിരെ അവരെക്കാളും പഴച്ച ഈ കക്ഷികൾക്ക് മറുപടി പറഞ്ഞവരാണ് ഇബ്നു കുല്ലാബും അതുപോലെ അബുൽ ഹസൻ അൽ അശാരിയും. പക്ഷെ എന്നിട്ടും അവർ വഴിപഴച്ച ആളുകളാണ് എന്നതുകൊണ്ട്, ഈ ഇബ്നു കുല്ലാബും അതുപോലെ അബുൽ ഹസൻ അൽ അശാരിയും വഴിപഴച്ച ആളുകളാണ് എന്നതുകൊണ്ട് ഇമാം അഹ്മദ് റഹിമഹുല്ലാ അവരെ പോലെയുള്ളവരിൽ നിന്ന് ജനങ്ങളെ താക്കീത് നൽകി. എന്തുകൊണ്ടാണ്? നോക്കൂ നിങ്ങൾ, നമ്മൾ നോക്കിയാൽ മുഅ്തസിലത്തിനേക്കാൾ ഇമാം അഹ്മദിനോട് അടുത്തവർ ഈ ആളുകളാണ്. പക്ഷെ അതിന്റെ പേരിൽ അവർ വഞ്ചിതരായില്ല. അതുകൊണ്ട് അവരുടെ ബിദ്അത്തിനെ അവർ നിസാരമായി കണ്ടില്ല, മറിച്ച് ജനങ്ങളോട് ഇവരെ കുറിച്ച് താക്കീത് നൽകുകയാണ് ചെയ്തത്. وقال الإمام أحمد فيما ذكر ابن مفلح وغيره: لا تجالسوا أهل الكلام وإن ذبوا عن السنة. الله أكبر. وإن نصروا السنة الله أكبر. وإن ردوا على المخالفين، وإن ردوا على الإخوان، وإن ردوا على السروريين، وإن ردوا على الأشاعرة، وإن ردوا على الملاحدة. لا تجالسوا أهل الكلام وإن ذبوا عن السنة. نسأل الله الهداية والاستقامة. ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹം പറയുകയുണ്ടായി, ലാ തുജാലിസു അഹ്ലൽ കലാം വഇൻ ദബ്ബു അനി സുന്ന. നിങ്ങൾ അഹ്ലുൽ കലാമിന്റെ, ഇൽമുൽ കലാമിന്റെ ആളുകളുടെ കൂടെ ഇരിക്കരുത്. അവർ സുന്നത്തിനെ പ്രതിരോധിച്ചാലും ശരി, അഥവാ സുന്നത്തിന് വേണ്ടി സംസാരിക്കുകയും സുന്നത്തിനെ പ്രതിരോധിച്ച് എതിരാളികൾക്ക് മറുപടി പറഞ്ഞാലും ശരി, ഈ കൂട്ടരുടെ കൂടെ നിങ്ങൾ ഇരിക്കരുത്. ഇത് നമ്മൾ ഇവിടെ മനസ്സിലാക്കുക. ഏതെങ്കിലും ഒരു ബിദ്അത്ത് കക്ഷിയെ, അഥവാ ഇഖ്വാനുകളോ അല്ലെങ്കിൽ മറ്റുള്ള കക്ഷികളോ, അവർക്ക് ഏതെങ്കിലും കൂട്ടർ മറുപടി പറഞ്ഞു എന്നതുകൊണ്ട് ബിദ്അത്ത് ഉണ്ടോ എങ്കിൽ നമ്മൾ അവരെ ബിദ്അത്തുകാരായി തന്നെ കാണണം. അവരുടെ കൂടെ ഇരിക്കാനോ അതായത് അവരിൽ നിന്ന് അറിവ് സ്വീകരിക്കാനോ മറ്റോ പാടില്ല. അവരെ മാറ്റി നിർത്തണം.